ഹലോ ഗായ്സ്, നമ്മുടെ ചീരേനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുമലച്ചീരയെ. ഈ ചുമലച്ചീര കഴിക്കാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുവാണെന്നറിയോ. അപ്പം കുറേ കടകളിൽ അലഞ്ഞ് തീഞ്ഞ് നടന്ന ശേഷം ഇപ്പോഴാണ് ഇത് കയ്യിൽ കിട്ടിയത്. പക്ഷേ സാധനത്തിന് ഭയങ്കര പൈസയാണ് കേട്ടോ. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല, വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ചീരത്തോരൻ ഉണ്ടാക്കാം. ദാ നോക്കിക്കോ. ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്ന ശേഷം നമ്മളെടുത്ത് ചെറുതായിട്ട് കുനുകുന അരിയണേ. അതിന് ശേഷമാണ് നമ്മൾ കറി വെക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം കൊച്ചുള്ളി, നമ്മുടെ തേങ്ങ, പിന്നെ പച്ചമുളക്, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ കൃഷി ചെയ്തെടുക്കണം. ഇവിടെ കടുക് പൊട്ടി വന്ന ശേഷം ഞാൻ ആ കൃഷി ചെയ്ത അരപ്പ് അതിൻ്റെ അകത്തോട്ടിട്ട്, വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ വേണേ, അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു, പച്ച ചുവ മാറാനായിട്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചീര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചീരയിൽ നിന്നും വെള്ളം വരും. എന്നിട്ട് മൂടി വെച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം മൂടി വെച്ചൊന്ന് ചെറുതീയിലിട്ട് വേവിക്കണേ. ഒരു 5 മിനിറ്റ്സ് മതി, 5 to 10 മിനിറ്റ്സ് മതി, അത്രയും ആവശ്യമില്ല. അതിനുശേഷം അടപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ചീര ഇവിടെ വെന്തു. ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. വെള്ളമൊന്നുമില്ല അതിൽ, അത്യാവശ്യം കുറച്ചും ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനേ നമ്മുടെ ആ ചീര കറി വെച്ച് നമ്മുടെ ആ ചീൻചട്ടിക്കകത്ത് കുറച്ച് ചീരത്തോരനും ഇത്തിരി നല്ല ചൂട് ഇത്തിരി ചോറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ പൊള്ളുന്നുണ്ട്, എന്നാലും സാരമില്ല. ആ ചീര കഴിക്കാനുള്ള കൊതി കാരണം ഞാൻ മിക്സ് ചെയ്ത് ആ ചീൻചട്ടിക്കകത്തിട്ട് ഇളക്കി കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പം ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ചീരത്തോരൻ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. പിന്നെ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും